മാന്യമഹാജനങ്ങളെ, വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം, വാർത്തയുടെ തെളിച്ചം. പൊന്നും വിലയുള്ള വോട്ട് തേടി രാഷ്ട്രീയക്കാരിങ്ങനെ നെട്ടോട്ടം ഓടുന്ന കാലമാണ്. ഞങ്ങളുള്ളത് മണ്ണിൽ പൊന്നുള്ള ഒരു സ്ഥലത്താണ്. നിലമ്പൂരിലെ മരുത എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഒരു മനോഹരമായ കവലയാണ്. ചെറിയ ഒരു തോടൊഴുകുന്നുണ്ട്, ഒരു നല്ല പാലമുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമസ്കാരം. ഞങ്ങൾ മരുതയെക്കുറിച്ച് കേട്ട് വന്നതേ മരുത പൊന്നിൻ്റെ സ്ഥലമാണെന്നാണ്. അതിൽ സത്യമുണ്ടോ? പൊന്നിൻ്റെ സ്ഥലം ഇവിടെ ഉണ്ട്, ഇവിടെ മേലുണ്ട്. ഉള്ള സ്ഥലമാണ്, ഇവിടെ ഉണ്ട്, മേലെ അടുത്തുണ്ട്. ശരിക്കും പൊന്നുണ്ടോ? ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്ന് തിരിച്ചു പോയതാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇവിടെ കിണറുണ്ട്, അവിടെ മൂടിയിട്ട് പോയതാണ്. നെറ്റൊക്കെ ഇട്ട് അവിടെ മൂടിയിട്ടുണ്ട്. അതിനകത്ത് എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അത് കണ്ടമാനം താഴ്ച വന്നിട്ടേ ഭയങ്കര സീൻ അവിടെ. പിന്നെ ഒരു 60-70 അടി താഴ്ച ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് കുറേ മുമ്പ് അവർ 2 ഇത് കയറിയിരുന്നു, 2 കുഴി കിണറുമാതിരി. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ കേട്ടത് പണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒലിച്ച് വരുന്ന സമയത്ത് പൊന്നൊക്കെ കിട്ടിയവരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒലിച്ച് വരുന്നവരെന്ന് പറഞ്ഞ സമയത്ത് എന്താ പറയുക, നമ്മൾ ഈ ഇപ്പം ഇതിലിപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മൾ സ്വർണ്ണത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ചിലർക്ക് കിട്ടിയതൊക്കെ ഉണ്ട്. അതായത് ഒരു ചെറിയ കഷ്ടങ്ങൾ, ഓരോ കഷ്ടം വലുതല്ല, ചെറിയ കഷ്ടങ്ങൾ. ചേട്ടന് കുറെ കൂടി അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അവർ പറഞ്ഞ മാതിരി തന്നെ ഇതേമാതിരി ചെറിയ ചെറിയ പൊടികളൊക്കെ ഇങ്ങനെ കിട്ടും. 50 മില്ലി, 100 മില്ലി, 100 മില്ലി, 50 മില്ലി എന്നൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു? അത് ചെറുപ്പത്തിലായിരിക്കുമല്ലോ. അത് ഇതേമാതിരി മണ്ണൊഴിഞ്ഞ് പോയ ചില അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തോട്ടുകൂടെ ഇങ്ങനെ തോട്ടുകൂടെയൊക്കെ ഇതേമാതിരി ഇതിൽ പുഴയിൽ നിന്നൊക്കെ അടിയിൽ നിന്ന് നമ്മൾ കൊഴിച്ചെടുക്കുമ്പോൾ മണ്ണൊക്കെ നീക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പൊടികളൊക്കെ കിട്ടും. അല്ല, ഇത് ഇങ്ങനെ പൊന്നിന്റെ ഭയങ്കര ഒരു നാടാണല്ലോ. ശരിക്കും നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ഞങ്ങൾക്ക് സ്വർണം കിട്ടും. ഞാൻ വിശ്വസിക്കില്ല. 100 മില്ലി, 50 മില്ലി ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് മിറ്റത്തുനിന്ന് നേരെ കിട്ടും സ്വർണം. ആരോടും പറയണ്ട, ഇവിടെ ആളുകളൊന്നും കൂടി വീടെടുത്ത് താമസിക്കും. ഇല്ല, ഞങ്ങളെ മിറ്റത്ത് ഞങ്ങൾ കഷ്ടം പിടിക്കുന്നത് 100, 300 മില്ലിയൊക്കെ സ്വർണം കിട്ടിയാണ്. നല്ല മഴ ചെയ്താൽ ഈ അരിച്ചാലും കൂടെ ഞങ്ങൾ നോക്കിയാൽ സ്വർണം കിട്ടും. അപ്പൊ നിങ്ങൾ പണിക്കൊന്നും പോകണ്ടല്ലോ മരുതക്കാർക്ക്. അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാ ഡിസൈറ്റും അവിടെ കിട്ടും. ചക്കക്കൂരിന്റെ വലിപ്പമുള്ളത് കിട്ടിയത്. ഇപ്പൊ ഒരാൾക്ക് 1,48,000 രൂപയ്ക്ക് മുന്നിട്ട് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്ര പോകുന്ന സാധനം. അപ്പൊ അത് ചില്ലറ നാടല്ല. അപ്പൊ ഇഷ്ടംപോലെ സ്വർണ്ണുണ്ട്. അത് മാത്രല്ല, അവിടെ അതാണ് അല്ലേ, ആ കാണുന്നതാണ് മരുത. മരുത എന്ന് പറഞ്ഞിട്ടൊരു മലയില്ലല്ലോ. ഈ മരുത എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ചുറ്റുള്ള സ്വർണ്ണം അരിക്കണ മരവി ഇവിടെ ഉണ്ടാവും. അരിക്കണ അത് നിങ്ങൾ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. ഇവിടെ അടുത്തുണ്ടോ? ഇവിടെ ഉണ്ടോ? അവന്റെ ഇക്കടെ പേരെന്താ പറഞ്ഞത്? അസ്രഫ് ഖാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ ആളുകളിപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയമല്ലോ, വോട്ടാണെങ്കിൽ നിങ്ങളെ പൊന്നിനെങ്ങോട്ടും വിലയുള്ള ടൈമാണ്. എന്താ ഇപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര നല്ല, ഇവിടെ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഫുള്ള് സ്ഥാനാർത്ഥികളെ പടമാണല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം 3 പേരും നല്ലൊരു സെറ്റപ്പിലാണ്. പക്ഷെ അൻവർക്ക് വോട്ട് കുറച്ച് പിടിക്കും, ജയിക്കുമെന്നൊന്നും പറയണില്ല. അഷ്റഫ് ഖാൻ ഇതാണ് സാധനം. ഇതിൻ്റെ ഇവിടെയാണ് സ്വർണ്ണം ഇടുക. ഈ മണ്ണിട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റും. അത് ഫുള്ളായിട്ട് തട്ടിക്കളഞ്ഞാൽ ഈ സ്വർണ്ണം പുറത്ത് പോകില്ല. അത് ഇവിടെ ഉണ്ടാവും. അതൊരു വലിയ സ്വർണം കിട്ടിയാൽ എന്ത് ചെയ്യും? സ്വർണം കിട്ടിയാൽ ഞങ്ങൾ പിന്നെ തട്ടന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കും. അത് രസം കൂട്ടിയിട്ട്, രസം എന്ന സാധനം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ശരിക്കും അതിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വരതിയിട്ട് അപ്പോൾ വെള്ളിയാവും. വെള്ളിയായിട്ട് ഞങ്ങൾ സീലി പിടിക്കും. കോട്ടൺ സീല വേണം. അത് പിടിച്ച് കത്തിക്കും. അപ്പോൾ ഈ രസം ഫുള്ളായിട്ട് പോകും. അത് വീണ്ടും സ്വർണ്ണമാവും. അപ്പോൾ അത് കട്ടായി.
അപ്പോൾ ഞങ്ങൾ തട്ടാക്കരത്ത് കൊണ്ടുപോയി അത് തൂക്കി കൊടുക്കും. ഇത് പുതിയ അറിവുകളാണ് കേട്ടോ. മില്ലിക്ക് ഇപ്പോൾ 900 രൂപ ഉണ്ട്. ആ ഓക്കെ. നമ്മളെ ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് ഇവിടെ വന്നത് ഇത് പറഞ്ഞിട്ട്, അതായത് ഈ വോട്ട് നിങ്ങൾക്ക് ഈ വോട്ട് ഭയങ്കര പൊന്നിൻ്റെ വിലയുള്ള ടൈമാണ് ഇപ്പോൾ വോട്ടിന്. ഈ ടൈമിനില്ലല്ലോ, പഞ്ചായത്ത് ഇലക്ഷനുള്ളൂ. ഇതിപ്പോൾ താൽക്കാലിക ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷനില്ലേ. ഇതത്ര സ്ട്രോങ് അല്ലെന്നാണ്. ഇത് വെറുതെ ഒരു കാഴ്ചപ്പാടിന് ചെയ്യാന്നുള്ളൂ. 6 മാസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ, അപ്പോഴാണ് പൊന്നിൻ്റെ വില വരുള്ളൂ. അപ്പോഴാണ് പൊന്നിൻ്റെ വില വരിക. ഇത് പൊന്നിൻ്റെ വിലയല്ല, ഇത് ആരെ പിടിച്ചു നിൽക്കണം എന്തൊരു കാഴ്ചപ്പാടിലാണ്. ഇത് റോഡ് ഗോൾഡാണോ ഇത് പൊന്നല്ലെങ്കിൽ? ഏത് തെരഞ്ഞെടുപ്പേ പൊന്നിൻ്റെ വില ഇല്ലെങ്കിൽ പിന്നെ എന്ത്? അത് താൽക്കാലിക വില ഒരു പരിപാടിയല്ല. അതിപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് വിലയിരുത്താനൊന്നും കഴിയില്ല. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ചൂട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്ന ഇലക്ഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ട്. ഫുള്ള് നേതാക്കളാണല്ലോ നിങ്ങളുടെ നാട്ടിൽ? ഫുള്ള് നേതാക്കളാണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോയി വരുവാണോ? അറിയാതെ വന്നപ്പോൾ കഥ കേട്ടെന്ത് പോയതാണ്. എവിടെയാണ്? എടപ്പാളിനാണ്. പ്രചാരണമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അശോക, എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ്റെ ഒരു ചൂട്? എങ്ങനെയാ മൊത്തത്തിൽ? ചൂട് എന്ന് പറഞ്ഞാൽ രണ്ടാളും ഇപ്പോൾ തമ്മിൽ നല്ല മത്സരമാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര്യാടും സ്വരാജും. അപ്പോൾ അൻവറിൻ്റെ റോള് ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. അതൊരു വല്ലാത്ത അത് തോന്നണല്ലേ? അതൊരു വല്ലാത്ത പരിപാടി അല്ലേ. ഒന്നുകിൽ ജയിക്കുമല്ല തോൽക്കുന്നില്ല. അങ്ങനെയല്ലേ വരിക? അതെ, അങ്ങനെയാ വരിക. ഒന്ന് തോറ്റാ ഒന്ന് ജയിക്കും. അതാണല്ലോ അതിന്റെ ഒരു. നിങ്ങളൊരു അഭിപ്രായത്തിൽ ആർക്കാ അവിടെ ഒരു സ്വരാജ് തന്നെ? എന്തുകൊണ്ടാണ് നമ്മൾ സ്വരാജിന് ജയിച്ച മന്ത്രിയാണ്, മറ്റോ MLA ആണ്. അതാണ് മാറ്റം. നിലമ്പൂരൊരു മന്ത്രി വേണ്ടേ? അതാണ് ഞങ്ങളെ ആവശ്യം, നിലമ്പൂർക്കാരെ ആവശ്യം. വന്നാൽ വലിയ മാറ്റങ്ങൾ എന്തായാലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാന്നുള്ളൂ. അത്രേ ഉള്ളൂ. സ്ഥാനാർത്ഥികളൊക്കെ വരുന്നു, മന്ത്രിമാരെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഭയങ്കര ഉണ്ട്. അതല്ലേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മന്ത്രി, എന്താ അതിന് പേരിച്ചറിയില്ല, കേളു ഇവിടുന്ന് ഒരു 10 അടിയാണ്ട് പോയാൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിൽക്കുകയാണ്. ഇവർ ഓടരുത് അറിയും അല്ലേ. അവിടെ നമ്മൾ പഴയ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ ഞാൻ പറയുന്നത്, അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല. അല്ല, എന്നാലും ഈ ഇലക്ഷൻ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നൊന്നും അത് പറയണ്ട, ഓപ്പണായിട്ട് പറയുകയും ചെയ്യരുത്. എന്നാലും മൊത്തത്തിൽ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സമയത്ത് എങ്ങനെയുണ്ട്? ആൾക്കാരെല്ലാവരും വരുന്നു, ഞങ്ങളെ നാട് തരും, നമ്മൾ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, കേരളത്തിലെ എല്ലാ മന്ത്രിമാരും MLA മാരും എല്ലാവരും വരുന്നു. അപ്പോൾ എന്താണ് ഈ ആ സമയത്ത് തോന്നുന്നത്? ഹാപ്പിയാണോ നിങ്ങളെല്ലാവരും? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് നിങ്ങൾ ഈ പ്രശ്നം എന്താണ്? നിങ്ങളുടെ നാടിന് നിങ്ങൾക്ക് ഇവിടെ വേണ്ട യഥാർത്ഥ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത്? നമുക്കിവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ മരുതയിലാണ്. മരുതയിൽ അവിടെ കുട്ടികൾ വലിയ കൗതുകത്തോടുകൂടി നമ്മളെ വാഹനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മരുതയിലാണ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, പൊന്ന് ഇങ്ങനെ അവിടുന്ന് വരുന്നു എന്ന് പറയുന്നത്, മലയ്ക്ക് മുകളിൽ നിന്ന് പൊന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾ അതിൻ്റെ പറഞ്ഞു. എന്തായാലും മരുതയിൽ ആളുകളുടെ വോട്ടിന് ഗോൾഡിനേക്കാൾ റേറ്റാണ് ഇപ്പോൾ. ഇന്നലെ വന്ന ആളുകളോട് സംസാരിച്ചപ്പോഴാണ് ഈ സ്വർണം അരിച്ചെടുക്കുന്നത് എങ്ങനെ എന്ന് കാണാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ നല്ല മഴയാണ്. മഴയ്ക്കിടയിൽ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. വേനലൊക്കെ ആകുമ്പോഴേ കാര്യമായിട്ട് കിട്ടുള്ളൂ, കൊണ്ടൊക്കെ ഇടുമ്പോൾ അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പം പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരാഴ്ച കഴിച്ചുമ്പോൾ എന്തെങ്കിലും കിട്ടുള്ളൂ. ആണല്ലേ? അങ്ങനെ ഇപ്പം മഴയാകുമ്പം പ്രശ്നമാണ്. മഴയാകുമ്പോൾ പ്രശ്നമാണ്. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ പണിയില്ലാത്ത ടൈമിന് വന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ എങ്ങനെ നോക്കും. ഒരാഴ്ച ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും കിട്ടും. സ്വർണ്ണം അരിച്ചെടുക്കുന്നതാണോ അതല്ല രാഷ്ട്രീയക്കാർ നമ്മൾ ആരാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണോ വലിയ പ്രയാസം? അതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടും കണക്കനെയാണ്. നമ്മളിപ്പോൾ പണിയെടുക്കുന്ന ഇങ്ങനെ മാതിരിയാണ്. പിന്നെ രാഷ്ട്രീയക്കാരെന്താ വെച്ചാൽ നമ്മൾ കാര്യം പോയി പറയുമ്പോൾ പോലെ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ നമ്മളെ ജലനിധി കുടിവെള്ളത്തിൻ്റെ ഇത് ഞങ്ങളിവിടെ ഒരു 10-35 പേർക്കാരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മലയിൽ നിന്നാണ് നിങ്ങൾ വെള്ളം കുടിക്കരുത്. അങ്ങനെ അത് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ടാങ്ക് പാസ്സാക്കി തന്നു. കഴിഞ്ഞ ഇപ്പോൾ 2 വർഷമായി കാണും. അന്ന് വേറെ മെമ്പറായിരുന്നു ഇവിടെ, ഇപ്പോൾ വേറെ ആളാണ്. അന്ന് ഞങ്ങളിവിടെ ഇവിടെ ബോർഡ് മീറ്റിങ്ങിന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഇതുവരെയായിട്ട് അതിനൊരു കുടിവെള്ളത്തിന് പോലും വന്ന് നോക്കി പൈപ്പ് ഒരു ഇടാനൊരു സെറ്റപ്പ് ഇതുവരെയായിട്ട് പോലും ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് മരുത. മണ്ണിൽ പൊന്നുള്ള നാടാണ്. പക്ഷേ അവർക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറയാനുണ്ട്. കുടിവെള്ള പ്രശ്നമടക്കമുള്ള പ്രയാസങ്ങൾ
ആളുകൾ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആരാണ് യഥാർത്ഥ പൊന്ന്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ മരുതക്കാരിങ്ങനെ അരിച്ച് എടുക്കുകയാണ്. തെരഞ്ഞെടുപ്പാവട്ടെ. അപ്പോൾ നമ്മുടെ യാത്ര തുടരും.